അതാണെങ്കിൽ അമേഠിയിൽ പോയി അപ്പോൾ അവിടെ ഒളിച്ചോടുകയായിരുന്നു എന്നുള്ള ചോദ്യം എത്ര പറഞ്ഞാലും തോൽവി ഭയം ഒളിച്ചോടിയത് 2019 നഷ്ടപ്പെട്ട അമേഠി സീറ്റ് വീണ്ടെടുക്കാൻ രാഹുൽ ഗാന്ധി പറ്റിയില്ല എന്നുള്ളതാണ്. CPM-ന്റെ കാര്യം അല്ല, ഭയമല്ല, ഞങ്ങളുടെ അമിതമായ ആത്മവിശ്വാസമാണ്. ഭയമല്ല, അമേഠിയിൽ പോയി അത് ചോദിക്കുവാനുള്ള ആർജവം ഉണ്ടാകേണ്ടത് രാഹുൽ ഗാന്ധിക്കായിരുന്നു, അല്ലാതെ ഒരു ഷുഗർ സീറ്റിൽ പോയി മത്സരിക്കുകയല്ല വേണ്ടിയിരുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, മഞ്ജുഷോ ഇവർ ഉണ്ടാക്കുന്ന നരേറ്റീവിനനുസരിച്ചല്ല കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങൾ അമേഠി ജയിക്കാൻ രാഹുൽ ഗാന്ധി വേണ്ട എന്ന കൃത്യമായ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഒരു സാധാരണ പാർട്ടി നേതാവിനെ ഞങ്ങൾ അവിടെ ഇറക്കുകയാണ്. ആ മണ്ഡലവുമായി ബന്ധമുള്ള ഞങ്ങളെ തോൽപ്പിച്ച് കാണിച്ചു തരാം. നിങ്ങൾ വിളിക്കുക ജൂൺ 4 രാത്രി എന്നെ ഡിബേറ്റിന്. രാഹുൽ ഗാന്ധിക്ക് മണ്ഡലവുമായി ബന്ധമില്ല. ഒരു സെക്കൻഡ് താങ്കൾ, ഞാൻ ഒരു മിനിറ്റ് രാഹുൽ ഗാന്ധി അവിടെ മത്സരിച്ചാൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ആ ഭൂരിപക്ഷം ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. പക്ഷെ KL ശർമ്മ മതിയെന്ന് ഞങ്ങൾക്ക് സ്മൃതി ഇറാനിയെ തോൽപ്പിക്കാൻ ഞങ്ങൾ ഉണ്ടാക്കുന്ന സ്ട്രാറ്റജി നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ ഏതൊക്കെ നിലയിലാണ് ഓരോ സ്ഥലത്തും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് നിങ്ങളോട് പറയേണ്ടതുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, അവസാന നിമിഷം വരെ മൂടി വെച്ചത്, അത് ഷാജി ജോസഫിന്റെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു, അവസാന നിമിഷം വരെ മൂടി വെച്ചത് ആ തന്ത്രം BJP അറിയാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അല്ല, അതിനകത്ത് എനിക്ക് ഫസ്റ്റ് ആദ്യം അനിൽ ബോസിനോട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചർച്ച ചെയ്ത് കൊണ്ടുപോലെ എനിക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ എന്തിനാ ഒറ്റപ്പാലത്ത് ആലത്തൂരിൽ കൊണ്ടുപോയി സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ മത്സരിപ്പിച്ച് എന്തിനാ? കൊല്ലത്തെ ഒരു MLA കൊണ്ടുപോയി കൊല്ലം പാർലമെന്റ് മത്സരിപ്പിച്ച് എന്തിനാ? നിങ്ങൾ പറയുന്നേ. അപ്പൊ ഓരോ പാർട്ടിയും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കും, മനസ്സിലായില്ലേ? അപ്പൊ ആ ഓരോ പാർട്ടിയുടെ പ്രിവിലേജ് ആണ് ആര് മത്സരിക്കണം, എവിടെ മത്സരിക്കണം എന്നുള്ളത്. ഏത് പാർട്ടി അല്ല അജണ്ട പാർട്ടിയുടെ തന്ത്രം തന്നെയാണ്. ശരിയാണ് ശ്രീ യുവരാജ് ഗോകുൽ. തോൽക്കുന്ന സീറ്റല്ല, തോൽക്കുന്ന സീറ്റല്ല, ഒരു സംശയം വേണ്ട. മഞ്ജു പേഴ്സണലായി ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ആയിക്കോട്ടെ, നിങ്ങൾ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഒരു ആങ്കർ എന്നുള്ളതിനെ താങ്കൾ തയ്യാറാണോ? ആയിക്കോട്ടെ, അമേഠിയിൽ ആര് ജയിക്കും എന്നുള്ളതാണോ? അല്ല, എല്ലാ ഡിബേറ്റിലും അല്ല. ചലഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാവും. റിസൾട്ട് ഉണ്ടാവും. ഇവിടെ യുവരാജ് പറഞ്ഞു 303 സീറ്റ് BJPക്ക് ഒറ്റയ്ക്കുണ്ട്. അല്ലല്ല, യുവരാജ് പറഞ്ഞതിന് മറുപടി പറയട്ടെ. ഞാൻ പറഞ്ഞതിനുള്ള മറുപടി മാത്രമല്ലല്ലോ. യുവരാജ് പറഞ്ഞത് 303 സീറ്റ് BJPക്ക് ഉണ്ടെന്നാണ്. ഞാൻ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ BJPയും BJPയുടെ സഖ്യകക്ഷികളും കൂടി ഇപ്പോൾ 353 ഉണ്ടെങ്കിൽ അത് 230 പോലും തികക്കില്ല. ജൂൺ 4 നമുക്ക് ബോധ്യപ്പെടാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. സഖ്യകക്ഷികളും തികക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ. ശരി, ഇക്കാര്യത്തിനല്ല, ഈ അമേഠിയിലെ തന്ത്രം, ഒരു കാര്യം പറയട്ടെ. ഇദ്ദേഹം ശ്രീ അനിൽ ബോസ് ചർച്ചയുടെ ആദ്യ റൗണ്ടിലും സ്മൃതി ഇറാനിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യംഗ്യാർത്ഥത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. രണ്ടാമത്തെ റൗണ്ടിലും അദ്ദേഹം അത് സൂചിപ്പിച്ചു. ഞാൻ ആദ്യത്തെ റൗണ്ടിൽ അത് വളരെ ഒരു സബ്റ്റിലായിട്ട് പോയതുകൊണ്ട് ഞാനത് വിട്ടു. രണ്ടാമത്തെ റൗണ്ടിൽ അദ്ദേഹം കുറച്ചുകൂടിയും അതിൻ്റെ ഗ്രാവിറ്റി കൂട്ടിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, അവിടെ സെർച്ച് ചെയ്താൽ മതി, ഭൂമിശാസ്ത്രം കിട്ടും, ആ ശാസ്ത്രം കിട്ടും എന്നൊക്കെ പറഞ്ഞു. അനിൽ ബോസിനോട് എനിക്ക് തിരിച്ച് അങ്ങോട്ട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്മൃതി ഇറാനിയെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് ഭൂമിശാസ്ത്രവും ജ്യോതിശാസ്ത്രവും ഒക്കെ കണ്ടുപിടിക്കുന്നതിനൊപ്പം അങ്ങയുടെ നേതാവായ സോണിയാഗാന്ധിയെ കുറിച്ച് കൂടി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവരുടെ ഭൂമിശാസ്ത്രവും അവരുടെ ജ്യോതിശാസ്ത്രവും ഒക്കെ കൂടി കണ്ടുപിടിക്കുവാനുള്ള ഒരു മനസ്സ് കാണിക്കണം എന്നാണ്. ഓക്കെ, പിന്നെ ഒരു സ്ഥാനാർത്ഥിയെ ഇത്തരത്തില് പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ ഇത്തരത്തില് വ്യക്തിഹത്യ ചെയ്യുന്ന തലത്തില് അങ്ങ് ഇവിടെ ഇരുന്നു കൊണ്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് അങ്ങ് മറ്റുള്ളവരെ ഉപദേശിക്കുന്നത്. എന്താണ്? അങ്ങയുടെ സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കരുത്, അപഹസിക്കരുത് എന്നൊക്കെ. ഈ രണ്ടും കൂടി ഒരുമിച്ച് ഓടില്ല എന്നുള്ള കാര്യം ഞാൻ അങ്ങേ വിനീതമായിട്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം,
രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ ഏതൊക്കെ റായ്ബറേലിയിൽ മത്സരിക്കുകയോ അമേഠിയിൽ മത്സരിക്കുകയോ വയനാട്ടിൽ പോയി മത്സരിക്കുകയോ ഗോകർണത്തിൽ പോയി മത്സരിക്കുകയോ ഇത് ഞങ്ങളെ സംബന്ധിക്കുന്ന വിഷയമല്ല. ഈ വിഷയത്തിൽ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചത് കൊണ്ട് ഞങ്ങളുടെ അഭിപ്രായം പറയേണ്ടി വരുന്നത് കൊണ്ട് പറയുന്നതാണ്. പക്ഷേ കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞിരുന്നത് വയനാട്ടുകാരെ വഞ്ചിക്കുന്ന അത് ബിജെപിയുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്. ഞാൻ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പിന്നിൽ എന്താണ് അങ്ങനെ വയനാട്ടുകാരെ വഞ്ചിച്ചു എന്ന് പറയുമ്പോൾ? അത് അനിൽ പറയുന്ന കാര്യം വയനാട്ടുകാർക്ക് അറിയാമായിരുന്നുവല്ലോ എന്തായാലും രാഹുൽ മറ്റൊരു സീറ്റിൽ കൂടി മത്സരിക്കുമെന്ന്. രാഹുൽ ഗാന്ധി അതിന് മുമ്പ് പ്രചരണം നൽകിയിരുന്നു. ഞാനിത് രണ്ടാമത്തെ ഒരു സീറ്റിൽ മത്സരിക്കാൻ പോവുകയാണ് പറയുന്നത്. ഇവരെ തന്നെയല്ലേ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയമായ സ്ട്രാറ്റജി ആയിരുന്നു. ഇപ്പൊ ഷാജി ജോസഫ് സാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പരിധിവരെ കോൺഗ്രസിനെ ഫേവർ ചെയ്താണ് സംസാരിക്കാൻ ശ്രമിച്ചതെങ്കിൽ അടിച്ചതൊരു സെൽഫ് ഗോളാണ്. എന്താണ്? രാഹുൽ ഗാന്ധി ആരും അറിയാതെ തലയിൽ കൂടെ മുണ്ടിട്ട് അവിടെ ചെന്ന് മത്സരിക്കുകയായിരുന്നു. എന്തിനാണ്? പ്രത്യേകിച്ച് ഒരു കരുത്തനായ സ്ഥാനാർത്ഥി അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു പാവപ്പെട്ട സ്ഥാനാർത്ഥിയെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും റായ്ബറേലിയിൽ കടന്നുകൂടി പോവാം. ഇതായിരുന്നു കോൺഗ്രസിന്റെ സ്ട്രാറ്റജി. കോൺഗ്രസിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഭരണം പിടിക്കുക എന്നുള്ളതല്ല. രാഹുൽ ഗാന്ധിയെ എങ്ങനെയെങ്കിലും തലയിൽ കൂടെ മുണ്ടിടിപ്പിച്ചിട്ടായിരുന്നാലും പാർലമെന്റിലേക്ക് കൊണ്ടിരുത്തുക എന്നുള്ളത് മാത്രമാണ് സ്ട്രാറ്റജി. അല്ലാണ്ട് വേറെ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്കില്ല. പിന്നെ ഞങ്ങൾ 303 എന്തായാലും നിങ്ങൾ ഒരു കാര്യം സമ്മതിച്ചല്ലോ, നിലവിലെ എൻഡിഎക്ക് 230 കിട്ടുമെന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ. അനിൽ ബോസ്, ഞാൻ നിങ്ങളോട് തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇത്തവണയെങ്കിലും 55 എംപിമാരെ കിട്ടുമോ പ്രതിപക്ഷ നേതാവിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? നിങ്ങൾ ഇന്ന് ഇന്ത്യ മുന്നണി എന്നും പറഞ്ഞൊരു മുന്നണി ഉണ്ടാക്കിയിട്ട് മത്സരിക്കുന്നുണ്ടല്ലോ. ഈ പറയുന്ന ഒരു പാർട്ടി അഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മുന്നണിക്ക് മൊത്തമായിട്ടെങ്കിലും 55 സീറ്റ് കിട്ടും പ്രതിപക്ഷ നേതാവിനെ വേണ്ടിയിട്ട്. ഇല്ല, അതാണ് നിങ്ങളുടെ അവസ്ഥ. അതാണ് നിങ്ങളുടെ അവസ്ഥ. പിന്നെ നിങ്ങൾ ഈ ഡൽഹിയിലോ അല്ല എന്താണ് മുസ്ലിം പോലും നിർത്താത്തെന്നൊക്കെ പറഞ്ഞു. ഞാനൊരു 11 സംസ്ഥാനങ്ങളുടെ പേര് വായിക്കാൻ. ഡൽഹി, പഞ്ചാബ്, ഗുജറാത്ത്, ഹരിയാന, തെലങ്കാന, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഈ 11 സംസ്ഥാനങ്ങളിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയുടെ പേര് കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ലിസ്റ്റിൽ നിന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? ഇല്ലല്ലോ. അപ്പൊ ഇതാണ് നിങ്ങളുടെ അവസ്ഥ. നിങ്ങളുടെ പല നേതാക്കളും രാജിവെച്ച് പോകുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഗുജറാത്തിലാണെന്ന് തോന്നുന്നു നിങ്ങളുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ രാജിവെച്ച് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടായിരുന്നു.